ബ്രസ്റ്റ് ഫീഡ് എന്ന് പറയുന്നത് ഒരു മോംസ് മാജിക് തന്നെയാണ്. അത് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ അതിന് പല ടെക്നിക്സ് നമുക്ക് ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്കിൽ കൂടിയും ഇപ്പോഴത്തെ അമ്മമാർക്ക് അതിനെക്കുറിച്ച് ഉള്ള അറിവ് പലപ്പോഴും കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ബ്രസ്റ്റ് ഫീഡിങ്ങിന് ആവശ്യമായ ടെക്നിക്സ് എന്തൊക്കെയാണ്? ടെക്നിക്സ് എന്ന് പറയുകയാണെങ്കിൽ അമ്മ കുഞ്ഞിനെ പിടിക്കാൻ പഠിച്ചിരിക്കണം. കറക്റ്റായിട്ടുള്ള രീതിയിലാണ് കുഞ്ഞിനെ പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞിനും അത് നന്നായിട്ട് ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അമ്മ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. ഫീഡ് ചെയ്യുന്നതിന് മുന്നേ വെള്ളം ധാരാളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒത്തിരി സ്ട്രെസ്സോട് കൂടിയിട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അത്ര ഇതായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം കംഫർട്ടബിളായിട്ട് ഇരുന്ന് ഫീഡ് ചെയ്യിപ്പിക്കുക. കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിനെ ചേർത്ത് പിടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രസ്റ്റ് ഫീഡിന് മെയിനായിട്ട് 3 പൊസിഷനുണ്ട്. അത് ഒന്ന് ക്രേഡിൽ ഹോൾഡ് എന്ന് പറയും, അതായത് കുഞ്ഞിനെ കൈത്തണ്ടയിൽ വെച്ചിട്ട് ഫീഡ് ചെയ്യിപ്പിക്കുക. അടുത്ത പൊസിഷൻ ക്രോസ് ക്രേഡിൽ എന്ന് പറയും, അതായത് ഒരു ബ്രസ്റ്റ് കൊടുക്കുമ്പം ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൈ കൊണ്ട് കുഞ്ഞിനെ പിടിച്ചിട്ട് ഒന്ന് ഫീഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. അതുമല്ലെങ്കിൽ ഫുട്ബോൾ ഹോൾഡ് എന്ന് പറയും, അതായത് സൈഡിലൊരു പില്ല വെച്ചിട്ട് കുഞ്ഞിൻ്റെ തല ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ കുഞ്ഞിനെ പിടിച്ചിട്ട് ഫീഡ് ചെയ്യിപ്പിക്കാം. ഈ ഒരു ഫീഡിങ് പൊസിഷൻസ് ഓരോ അമ്മയുടെയും കംഫർട്ട് അനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. കാരണം ചില അമ്മമാർ സിസേറിയൻ കഴിഞ്ഞ അമ്മമാരായിരിക്കും, ചില കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കുറവായിരിക്കും, ചിലപ്പോൾ അമ്മമാർക്ക് നിപ്പിള് ഫ്ലാറ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ ഇതുമുള്ള സമയത്ത് നമ്മൾ അതിനനുസരിച്ചുള്ള പൊസിഷനായിരിക്കും അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ സിസ്റ്റർ പൊസിഷൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇരുന്ന് കൊടുക്കുന്ന രീതികളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ചില അമ്മമാർ കിടന്ന് കൊടുക്കുന്ന ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കിടന്ന് കൊടുക്കുന്ന രീതി ശരിയാണോ, അതോ നമ്മളത് ഫോളോ ചെയ്യാൻ പാടുണ്ടോ? കിടന്ന് കൊടുക്കാൻ നമ്മൾ പൊതുവേ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റിൽ ചിലപ്പോൾ പാല് കെട്ടിക്കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ നേരെ ഇരുന്ന് പാല് കൊടുക്കുമ്പം ഗ്രാവിറ്റി കൊണ്ട് മിൽക്ക് കൂടുതലായിട്ട് ഇജക്റ്റ് ചെയ്ത് പോകും. പക്ഷേ കിടന്ന് കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ പാല് കെട്ടിക്കിടക്കാനും അതുമൂലം ലേറ്റർ ലൈഫിൽ ആബ്സസ് പോലെയൊക്കെ വരാനും ചാൻസ് ഉണ്ട്. പിന്നെ കുഞ്ഞിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞിന് ചിലപ്പോൾ ആസ്പിറേറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് കുഞ്ഞ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫീഡിങ് കഴിഞ്ഞുള്ള സമയത്തൊക്കെ പാല് പാലിരിക്കുകയും അതുപോലെ തന്നെ ഗ്യാസ് തട്ടാതെ കിടത്തുന്ന സമയത്ത് പാല് തിരിച്ച് കയറി വന്നിട്ട് അവരത് ശിരസിൽ കയറ്റാനും അതുമൂലം കുഞ്ഞിന് മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിന് ചെവിയിൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കാണാറുണ്ട് കിടന്ന് ഫീഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ കിടന്ന് ഫീഡ് ചെയ്യാനായിട്ട് അധികം റെക്കമെൻഡ് ചെയ്യാറില്ല. ഗുഡ് ബർപ്പിംഗ് ഒക്കെ നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ബർപ്പിംഗ് ഓരോ പ്രാവശ്യം കുഞ്ഞിനെ പാൽ കുടിപ്പിച്ച് കഴിഞ്ഞിട്ടും കുഞ്ഞിനെ ബർപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബർപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഗ്യാസ് കിട്ടുന്നത് തന്നെയാണ് ബർപ്പ് ചെയ്യാന്ന് പറയുന്നത്. അത് ഫീഡിന് മുന്നും അതുപോലെ തന്നെ ഫീഡിന് ശേഷവും നല്ല രീതിയിൽ ഗ്യാസ് കിട്ടുന്നത് കുഞ്ഞിന് ഒരു ആശ്വാസമായിരിക്കും. കാരണം അവർക്ക് തനിയെ ഗ്യാസ് കളയാൻ അറിയത്തില്ല. അപ്പോൾ എപ്പോഴും പാൽ കുടിപ്പിക്കുന്നതിന് മുന്നേ ഒന്ന് ഗ്യാസ് കെട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ പാല് കുടിക്കാനായിട്ട് പറ്റും. അത് എത്ര സമയം എപ്പോഴൊക്കെയാണ്? ഫീഡിന് മുമ്പും ശേഷമാണോ? ഫീഡിന് മുൻപും ശേഷവും നല്ല രീതിയിൽ ഗ്യാസ് കെട്ടുക. ഗ്യാസ് കെട്ടുമ്പം ഒരു 5 മിനിറ്റൊക്കെ തട്ടി കൊടുക്കാം. അതിന് 3 പൊസിഷൻ ഉണ്ട്. ഒന്ന് തോളിൽ വെച്ചിട്ട് ഗ്യാസ് കെട്ടാം. അതാകുമ്പോൾ കുഞ്ഞിൻ്റെ വയറ് നമ്മളുടെ ബോഡിയോട് പ്രസ് ചെയ്തിരിക്കണം. കുഞ്ഞിനെ എപ്പോഴും തലയും കഴുത്തൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വേണം ബർപ്പ് ചെയ്യാനായിട്ട്. കാരണം അവരുടെ കഴുത്ത് ഉറച്ചിട്ടില്ല. അതുകൊണ്ട് മറ്റേ കൈ കൊണ്ട് കുഞ്ഞിനെ പുറത്ത് പതുക്കെ ഒന്ന് തട്ടിക്കൊടുക്കുക, താഴേന്ന് മേളിലേക്ക് തട്ടിക്കൊടുക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് തട്ടി കൊടുത്തിട്ട് ബർപ്പ് ചെയ്ത് കിടത്താം. പിന്നെ അതല്ലെങ്കിൽ തൊടയിൽ കമഴ്ത്തി കിടത്തിയിട്ട് ബർപ്പ് ചെയ്യാവുന്നതാണ്. അതും അതെ ഇതുപോലെ തന്നെ വയറമർന്ന് വെച്ചിട്ട് താഴേന്ന് മേളിലേക്ക് തട്ടി കൊടുക്കാം. പിന്നെ ഇരുത്തിയിട്ടുള്ള പൊസിഷനിലും ഗ്യാസ് തട്ടി കൊടുക്കുക. അപ്പോൾ ഏത് പൊസിഷനാണോ അമ്മയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു പൊസിഷനിലാണ് ബർപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നത്.